അന്തസ് വേണം, അന്തസ്. ആ മര്യാദ ഇല്ല, ആ അന്തസ്സും മര്യാദയും CPM ഇല്ല. അല്ല, സ്വർണ്ണ തട്ടവൻ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കെടുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാര്. മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. പൊതുമരാമത്ത് മന്ത്രി ഏതോ ഒരു വ്ളോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. വ്ളോഗറെ കൊണ്ടുവന്നു, മനസ്സിലായോ? ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കുണ്ട്, ചാര വനിതയായിട്ട് ബന്ധമുണ്ട്, മന്ത്രിക്ക് ബന്ധമുണ്ട്, ടൂറിസം വകുപ്പിൽ വന്നോളൂ. ഞാനാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് അവർ സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി കൊണ്ടുവരുമോ? ആരെങ്കിലും കൊണ്ടുവരുമോ? അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാ. അന്തസ് വേണം, അന്തസ്. ആ മര്യാദ ഇല്ല, ആ അന്തസ്സും മര്യാദയും CPM ഇല്ല. ഞാനാ പറഞ്ഞത്. അന്നത്തെ കൊണ്ട് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു. പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലും കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും. നാളെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോൾ തോളെ കൈയിടും ആളുകൾ, നമുക്ക് പരിചയമില്ലാത്തവർ. നാളെ അയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പടം വരും. എന്നിട്ട് തോളെ കൈയിട്ടിരിക്കണോ ഭയങ്കര ബന്ധമാണെന്നും പറയും. തോളെ കൈയിട്ട് നമ്മുടെ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോൾ തോളെ കൈയിടും. അതൊക്കെ പറയണതിനൊരു മര്യാദ, അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ